മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ പങ്കുവയ്ക്കുന്ന തിരുവചനം, മക്കൾ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദൈവ സ്നേഹത്തിൽ അടിയുറച്ച് വളരുവാൻ, ദൈവാനുഗ്രഹത്താൽ നിറയപ്പെടുവാൻ എവർക്കും ഇടയാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒരു ക്രിസ്തു ശിഷ്യനായി തീരുക എന്നുള്ളതാണ് പരമപ്രധാനം. നല്ല ദാനങ്ങൾ മക്കൾക്ക് നൽകുവാൻ ദുഷ്ടരായ നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ തങ്ങളോട് ചോദിക്കുന്ന ഏവർക്കും എത്രയധികമായി പരിശുദ്ധാത്മാവിനെ നൽകുകയില്ല എന്ന് വചനം പറഞ്ഞു വരികയാണ്. നമ്മൾ ദുഷ്ടരാണെങ്കിലും നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല ദാനങ്ങൾ നൽകുവാൻ, ഏറ്റവും നല്ല കാര്യങ്ങൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ പരിശ്രമിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് തമ്പുരാൻ നൽകുന്ന ഒരു ചോദ്യമാണ്. ദുഷ്ടരായ നിങ്ങൾക്ക് നല്ല ദാനങ്ങൾ മക്കൾക്ക് നൽകുവാൻ സാധിക്കുമെങ്കിൽ തന്നെ രാവും പകലും വിളിച്ചപേക്ഷിക്കുന്ന അനേകായിരം മക്കൾക്ക് നല്ല ദാനങ്ങളും നല്ല കൃപകളും നൽകുവാൻ തക്കവണ്ണം ദൈവം കരുത്തുള്ളവനാണ് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനം നമ്മൾ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ്. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ള തമ്പുരാൻ്റെ ഉറപ്പിൽ വിശ്വസിച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിലേക്ക് ആഴപ്പെട്ടുകൊണ്ട് ചോദിക്കുമ്പോൾ അവിടുന്ന് എല്ലാം നമുക്കായി ക്രമീകരിക്കുകയാണ്. സഹനങ്ങളും വേദനകളും രോഗപീഠകളും ദുഃഖദുരിതങ്ങളും എല്ലാം ദൈവ പദ്ധതിയിൽ നന്മയ്ക്കായി പരിണമിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ട് സാധിക്കും. ഈ ഒരു വചനത്തിൻ്റെ തീഷ്ണതയിലാണ് നാം ഓരോരുത്തരുമായിരിക്കുക. ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ കൃപകൾ നിറയപ്പെടുവാൻ, വിശ്വാസ ജീവിതത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകുവാൻ, ആ ഒരു വിശ്വാസത്തോടു കൂടി തമ്പുരാനോട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും കൊണ്ട് നിറയപ്പെടുവാൻ, സർവോപരി പരിശുദ്ധാത്മാവിൻ്റെ കൃപകളാൽ സമ്പന്നമായി തീരുവാൻ നമുക്ക് സാധിക്കണം. അതിനായി നമുക്ക് ചോദിക്കാം.